ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അങ്ങനെ ഗായ്സ് എടി അലനും അലേഹ ഇവിടെ ആദ്യമായിട്ടല്ലേ? അലേഹ ആദ്യമായിട്ടാ? അലേഹ ആദ്യമായിട്ടാണ്. അലേഹ വന്നത് എപ്പോഴാണെന്നറിയോ? പള്ളയിലുള്ളപ്പോൾ വന്നത്. പക്ഷെ അലൻ പള്ളയിൽ നിന്ന് പുറത്തേക്ക് എത്തിയിട്ടും ഇവിടെ എത്തിയിട്ടുണ്ട്. അലൻ എവിടെ നോക്ക്? അലൻ ഇവിടുത്തെ ഭാഷ കണ്ടിട്ട് അലൻ ഇങ്ങനെ നോക്കുകയാണ്. മക്കളെ ധാരാണ് എടുത്തേക്ക് നോക്ക്. അലേഹ അല്ല അലേഹ എന്ന് പറയുന്നത് മൊത്തം ഏലൊരു കളിയാവുകൊണ്ട് കുട്ടികൾ മാറി പോവുക. പോരാത്തതിന് ചക്കര കുട്ടിക്കും അലാന, എനിക്കൊരു അലേഹയും ഒരു അലനും, മൊത്തത്തിൽ ആണ് ഗൈസ്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ഇഡ്ഡലി ഉണ്ടായിരുന്നു. പിന്നെന്താ ഉണ്ടായിരുന്നു? ദോശ, സാമ്പാർ, ചിക്കൻ പൊരിച്ചത്, മുട്ട റോസ്റ്റ്, ചമ്മന്തി കഴിക്കാൻ നല്ല അടി. നിങ്ങളിപ്പോഴാണ് കഴിക്കണേ? ഉമ്മ കാണുന്നുണ്ടെങ്കിൽ നാട്ടിലേക്ക് പോകാൻ തോന്നണില്ല എന്ന് പറഞ്ഞേ. ഉമ്മാനങ്ങനെ ആക്കും, എന്നാല് ഉമ്മാനാക്കി തരാന്ന് പറയും. മക്കളെ, നമ്മൾ തമിഴ്നാട്ടിലോട്ട് വന്നിട്ട് ഇന്നേക്ക് 2 ദിവസം, അതായത് 2 രാത്രി നമ്മളിവിടെ തങ്ങി. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ നാട്ടിലോട്ട് തിരിച്ചു പോകും. ഈ ഒരു വീഡിയോ എടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരു ഇതിലവസാനിക്കും, എല്ലാവരും തമ്മിൽ എല്ലാം അവസാനിക്കും എന്ന് വിചാരിച്ച സാധനം എന്തോ നമ്മുടെയൊക്കെ സംയോജിതമായ ഇടപെടലുകൊണ്ടും എല്ലാം കൊണ്ടും എല്ലാം മാറി എല്ലാവരും പഴയതുപോലെ തന്നെ ഹാപ്പി ആയപ്പോൾ ഒരുപാട് സന്തോഷം. കാരണം ഇതിപ്പോൾ ഞാനിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഇപ്പോഴും ഇന്നലെ കഴിഞ്ഞ വീഡിയോസ് ഇടുമ്പോഴൊക്കെ ആൾക്കാർ പഴയത് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ അതൊന്നും ഇപ്പോൾ കേൾക്കാനും പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അത് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പബ്ലിക്കിൽ വന്നൊരു ഇഷ്യൂ ആവുകൊണ്ടാണ്. അത് പബ്ലിക്കിൽ തന്നെ ഇങ്ങനെ നമ്മൾ കുത്തി പറയാനൊക്കെ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് എന്താ വെച്ചാൽ അത് കാണുമ്പോൾ നമ്മൾ പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങളാണ് നടന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടായാലും. ഓക്കെ, അപ്പോൾ ജീവിതമാണ്, എല്ലാം ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ വരും. അതെല്ലാ ഫാമിലിയിലും ഉണ്ടാവും. പക്ഷെ അത് സന്തോഷത്തോടെ മുന്നോട്ട് കാണിക്കുന്നതും കൂടി ഒരുമിക്കുന്നതും കൂടി നമ്മുടെ വീഡിയോയിൽ തന്നെ ആവുമ്പോൾ എല്ലാവർക്കും അതൊരു മനസ്സിലാക്കാനുള്ളൊരു പാഠം കൂടിയാണ്. എല്ലാവരും ഫാമിലി ഉണ്ടാവുന്ന ചിലർക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ആളുകളുണ്ടാവും. നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് നടന്നു പോയത്. ഓക്കെ, അത് വന്നത് പബ്ലിക്കിലും ആവുകൊണ്ട് പബ്ലിക്കിൽ തന്നെ ഇപ്പോഴും ആൾക്കാർ ചൂഷണം ചെയ്യുന്ന ഒരുപാട് കമൻസൊക്കെ ഞാൻ പോലെ ചാനലിലാണെങ്കിലും നമ്മുടെ ചാനലിലാണെങ്കിലും വരുന്നുണ്ട്. ഞാനത് ഡിലീറ്റ് ആക്കാറാണ്. കാരണം അത് കണ്ട് വേറെയുള്ളവർക്ക് പിന്നെ അതൊരു ഇൻസ്പയർ ആയിട്ട് അതിങ്ങനെ പറയേണ്ട വെച്ചിട്ടാണ് നമ്മൾ അത് ഒഴിവാക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ തമ്മിൽ അൽഹംദുലില്ലാഹ് എല്ലാവരും ഹാപ്പിയാണ്. കാരണം ഈ പുതിയ വീട് കൂടിയിരുന്നിട്ട് നമ്മളും പുതിയ വീട്ടിലോട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ അതിന് മുന്നേ ഒരു ദിവസം വന്നായിരുന്നു, ആഗസ്റ്റിൽ ഞാൻ വന്നായിരുന്നു. വന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷെ ഉമ്മ വരുന്നതും സിനു വരുന്നതും എന്തിന് നമ്മുടെ അലേഹയും അലനും വരുന്നത് ആദ്യമായിട്ടാണ് ഈ വീട്ടിലോട്ട്. അലനും അലേഹയും ആ വീട്ടിലോട്ടും ആദ്യമായിട്ട് വന്നിട്ടില്ല. അപ്പം എന്തായാലും എല്ലാവരും ഒരുമിച്ച് വന്ന് 2 ദിവസം ഇവിടെ തങ്ങി അടിപൊളി സ്വീകരണവും സൽക്കാരമൊക്കെ ആയിരുന്നു. നല്ല ഫുഡും കാര്യങ്ങളും, ചിക്കനായാലും മീനായാലും എല്ലാം ഓള് സെറ്റ് ചെയ്ത് കൂട്ടത്തിൽ ഉമ്മയെ ഹെൽപ്പ് ചെയ്തൊക്കെ അടിപൊളിയായി. പിന്നെ ആ വീടിന് ഈ വീടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒന്നുകൂടി അടിപൊളി വീടും നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയി കണ്ടതിലും നമുക്ക് ഒരുപാട് സന്തോഷം. കാരണം എല്ലാ സൗകര്യമുള്ള നല്ലൊരു വീട് തന്നെയാണ്. 2 ബെഡ്റൂമും ഹാളും സിറ്റ് ഔട്ടും ബാൽക്കണിയും പിന്നെ കിച്ചണും എല്ലാം കൊണ്ടും അടിപൊളിയാണ്. ഉമ്മ വരുന്നുണ്ട്. അങ്ങനെ ഗൈസ്, ഉമ്മ വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഈ പുതിയ വീട് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നല്ല അഭിപ്രായം. നിങ്ങൾ വന്നതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അല്ലേ? പ്രശ്നങ്ങളൊക്കെ ഇങ്ങടെ തീർന്നില്ലേ? അല്ല, വെറുതെ പറയാ, ഒരു പ്രശ്നമല്ല. പക്ഷെ എന്നാലും ആൾക്കാർ ഇങ്ങനെ പഴയത് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ എല്ലാരും കുടുംബത്തിലും ഉണ്ടാവും പക്ഷെ അതൊക്കെ മാറി കൂടുമ്പോഴാണ് എവിടൊക്കെയാണ് നമ്മക്കുള്ള കുറവുകളും എവിടൊക്കെയാണ് ഓലിക്കുള്ള കുറവുകളും എവിടൊക്കെയാണ് ആർക്കൊക്കെ ഉള്ള ഒരു മനുഷ്യര് ചിന്തിക്കാൻ എങ്ങനെയാണെന്നറിയോ? എന്നും ചില കാരണങ്ങൾ മനുഷ്യന്മാർക്കാണല്ലോ തെറ്റുകൾ സംഭവിക്കുക. അപ്പോൾ അത് തിരുത്താനുള്ളതും അത് തിരുത്തി നല്ല രീതിക്ക് പോകാനും മനുഷ്യന്മാർക്കേ പറ്റുള്ളൂ. പിന്നെ അത് ഇങ്ങനെ കുത്തി പറയാനും മനുഷ്യന്മാർക്കേ പറ്റുള്ളൂ. സംഭവം ആരും കുറ്റം പറയാൻ പറ്റൂല.
നമുക്ക് പബ്ലിക്കിൽ വന്നോണ്ട് നമ്മള് പബ്ലിക്കിൽ പറഞ്ഞോണ്ട് നമ്മള് പബ്ലിക്കില് പിന്നെ വീഡിയോ ഇടുന്നോണ്ട് ആളുകൾ ചോദിക്കും. ചിലവർക്ക് അത് നമ്മൾ നന്നായി കാണുന്നത് പിന്നെ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടാവും, ചിലവർ അത് കുത്തി പറയുന്ന ആൾക്കാരുണ്ടാവും. എന്തായാലും നമ്മൾ തമ്മിൽ ഇപ്പൊ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം നല്ല രീതിക്ക് നിന്ന് 2 ദിവസം നിന്ന് നല്ല ഫുഡൊക്കെ കഴിച്ച് എല്ലാ റാത്തായി. കൂട്ടത്തില് എല്ലാ പേരമക്കളും ഇനിയിപ്പോ എന്താ പറയാ മൂത്ത പേരമക്കളും നമ്മുടെ ചെറിയ മക്കളൊക്കെ ഒന്നിച്ച് അല്ലേ ഓലൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നതും. ഓക്കെ, എന്തുകൊണ്ടും ഇവിടെ ഓല് ഹാപ്പിയാണ്. എത്ര ദൂരത്ത് നല്ല ഏരിയ, നല്ല അടിപൊളി. കണ്ട നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അല്ല അപ്പൊ ആ വീട് മോശമാണെന്നല്ല, പക്ഷെ എനിക്ക് ആ വീടിന്റെ പരിസരമായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നു. എനിക്ക് ഈ വീടിന്റെ സൗകര്യവും. ഓക്കെ, ഇതൊരു കേരളീയ ഒരു ഇത് കിട്ടുന്നുണ്ട്. ബാക്കിലേക്കൊക്കെ നോക്കിയാൽ ഫുള്ള് തെങ്ങും തേങ്ങയെന്ന് അറിയാം ഇതിലൊക്കെ അല്ലേ. ഒരു കൊലയിൽ ഇതുണ്ടാവും. അവിടെയൊക്കെ തെങ്ങാണ് കഴിച്ചു. ഈ വീടിന്റെ ബാക്കിലും ഫുള്ള് തെങ്ങാണ്. അങ്ങനെ നമ്മൾ ഇന്നലെ വൈകുന്നേരത്ത് പോയ വിഷ്വൽ ഞങ്ങൾക്ക് ഇട്ട് തരാം. ഇന്നലെ നമ്മൾ എന്താക്കി, ഇവിടെ എന്താണ് അളിയൻ്റെ ഫാമിലിയിൽ കൂടെയും അതേമാതിരി പിന്നെ ഒരു ഔട്ടിങ്ങും എക്സ്പോ ഒക്കെ പോയില്ലേ. എക്സ്പോ ഒക്കെ പോയി വൈകുന്നേരത്തെ നമ്മൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് രാത്രി നമ്മളിവിടെ എത്തി. ഓക്കെ അലേഹ, സന്തോഷമായി. ഉമ്മ ഒറ്റയ്ക്ക് വരാൻ നിൽക്കുകയായിരുന്നു. കുറേ ദിവസമായിട്ട് വരണം വെച്ചിട്ട് നിൽക്കുകയായിരുന്നു. പിന്നെ എൻ്റേതായിട്ടുള്ള തിരക്കുകൾ, ഞാൻ ഇതിനായിട്ട് 2 ദിവസത്തെ പരിപാടികളൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല ഉപദ്രവിക്കുന്നുണ്ട് ഇപ്പം ഈ കുട്ടി. ചെരുപ്പ് എവിടെ അലേഹൻ്റെ ചെരുപ്പ് എവിടെ? അതല്ല, ഇത് എൻ്റെ ചെരുപ്പല്ല, അതായത് അലേഹൻ്റെ ചെരുപ്പ് എവിടെ? ഇതിപ്പോ എന്താ സംഭവം എന്ന് പറയാം. ഇവിടെ 2 ദിവസം നിന്നപ്പോ ഞാൻ തമ്പി തുമ്പി എന്ന് പറയൽ തുടങ്ങി. അലേഹ എന്നമ്മാ നീ പണ്ട ഇങ്ക ഏയ് എന്താ പറഞ്ഞേ? തണ്ണിയോ? ഏയ് തണ്ണി കൊണ്ടുവാ അലേഹ, തണ്ണി കൊണ്ടുവാ. അപ്പൊ ഇന്നലെ ഡിമാർട്ട് പോയിട്ട് കൊഞ്ചം വളി വിട് എന്ന് പറഞ്ഞേ. പറഞ്ഞു ഇതൊക്കെ ഇപ്പൊ എങ്ങനെ ഇപ്പൊ വീട് ആൾക്കാരിലോടുത്ത് തരുന്ന മാതിരി. പോരി അന്റെ ചെരുപ്പ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എടി ഈ വീടിന് എത്ര വാടക? ആ വീടിന് എത്രയായിരുന്നു? അതിന് 3 ഇരട്ടി വാടക ഉണ്ടല്ലേ? 7,000 അല്ല 4,000. അവിടെ കറണ്ട് ബില്ല് അവിടെ കൂടുതലല്ലേ? ഇവിടെ എത്ര കറണ്ട് ബില്ല്? 700 800. ടോട്ടല് 10,000 റുപ്യ ചെലവ് ഒരു മാസം. വെള്ളത്തിന്റെ ഒക്കെ വില കൊടുക്കും വാടകയില്. കുഴപ്പമൊന്നുമില്ല അല്ലേ? 7,000 റുപ്യൊക്കെ 8,000 റുപ്യ അല്ലേ? 8,000 റുപ്യക്കുള്ള റൂമൊക്കെ ഉണ്ട്. ഇതിനോ 5,000. ഇവിടെ ഏറ്റവും കൂടുതൽ വാടക എത്ര? 8,000. അത് ടൗണിക്ക് എത്തുമ്പോ വീടിന് വില കൂടില്ലേ? വാടക കൂടും. ഓക്കെ, ഇവിടെ ഓട്ടോ ഫീസ് എത്ര? മിയാസിന് 1,000, സനാക്ക് 1,000. അപ്പൊ 10,000 കറക്റ്റായി. 10,000. അപ്പൊ ഒരു കൊല്ലത്തിന് 1,20,000 റുപ്യ ചെലവ്. സ്കൂൾ ഫീസ് വേറെയും പിന്നെ പോരാത്തതിന് പെരയിലെ ചെലവ് വേറെയും. അപ്പൊ ഒന്നും ഉണ്ടാവൂല. പെരയും കൂടിയൊക്കെ സ്വന്തമായിട്ടുണ്ടെങ്കിലാണ് ഇതൊക്കെ സേവിങ്സ് ആയിട്ടും ഉണ്ടാവുള്ളൂ. ഇനി ഇവിടെയൊക്കെ ഒരു പെര വാങ്ങണമെങ്കിൽ സ്ക്വയർ ഫീറ്റിനാണ്. എൻ്റെ കാറ് നിൽക്കുന്ന സ്ഥലം മാത്രം വാങ്ങണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം എന്നറിയോ? ഒരു 10 ലക്ഷം കൊടുക്കേണ്ടി വരും. പിന്നെ ബാക്കി പെര വെക്കാൻ സ്ഥലം ഇവിടെ സ്ക്വയർ ഫീറ്റിനാണ് ഇവിടെ പൈസ. അതല്ല ഇവിടെ ആരും പെര വാങ്ങി സ്ഥലം വാങ്ങി വീടൊക്കെ പണ്ട് ഇവിടുത്തെ കാരണവന്മാർക്ക് ഒരു 10 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ ഒരു കോടീശ്വരന്മാരാ, അല്ലെങ്കിൽ ഒന്നുമില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ. ഇനിയിപ്പോ അടുത്ത വീട് എന്നാ മാറണേ? ഇനി വീട് ഇവിടെ തെരഞ്ഞു കിട്ടാനില്ലല്ലോ. ഇനി മാറൂല അത്. പക്ഷെ ആ വീട് എന്നിട്ട് രസം. 4 പുറം അതിന്റെ ഫ്രണ്ടിക്കൊക്കെ നോക്കുമ്പോ നല്ലൊരു രസേനെ. ഫുള്ള് റോഡും തെറിക്കാ. ഏത്
അപ്പൊ കുറച്ച് കളിക്കാ മതി. വെറുതെ നാസാക്കിന്റെ അടുക്ക് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അപ്പൊ കലക്കാം. അല്ലേ എന്താ ഇങ്ങനെ കിരിയോ നോക്കട്ടെ. അബക്ക് കൊണ്ട കൊറേ പേര് ചോദിക്കാം അലേഹക്ക് ഈ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. വരുമ്പോഴൊക്കെ അലേഹ വേറെ ഡ്രസ്സായിട്ട് വന്നത്. കാരണം ഇതെന്താണെന്നറിയോ, ഇത് ഇട്ട് കൊടുക്കാനും ഉപയോഗിക്കാനൊക്കെ ഇത് എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. അലേഹക്കൊക്കെ ഡ്രസ്സ് ഇഷ്ടംപോലെ ഉണ്ട് മക്കളെ. ഡ്രസ്സ് അധികമായിട്ടാണ് നമ്മൾ ഡ്രസ്സ് കുറേ ആൾക്കാർക്ക് കൊടുത്തത് കേട്ടോ. പിന്നെ ഈ ഡ്രസ്സ് നമുക്ക് ഭയങ്കര കംഫർട്ടാണ്, നമുക്കും ഭയങ്കര കംഫർട്ടാണ്. ഇങ്ങനത്തെ ഡ്രസ്സ് ഞാൻ കുറേ തെരഞ്ഞു നടന്നു. എനിക്ക് പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സ് കിട്ടിയില്ല. ഞങ്ങളിത് അന്ന് പോകുമ്പോൾ വാങ്ങിയതാ അല്ലേ അലേഹ? ആണോ? എന്നാ അതിന് 2 ഒരു കവറിൽ കെട്ട്. എന്താ അറിയോ, വണ്ടിന്ന് കൊടുക്കാൻ വേണ്ടിട്ടാ. ഒരു പൈനാപ്പിൾ വെച്ചോ. അങ്ങനെ അയിബു ഇതാ ഈ പണ്ടതാ തുണിയില്ലാതെ അടുക്കും. ഉമ്മാക്കാണെന്നുണ്ടെങ്കിൽ പോരണമെന്നും ഉണ്ട് പോരണ്ടെന്നും ഉണ്ട്. നിങ്ങൾ ഒറ്റ മൈൻഡാ? അങ്ങനെ 2 മൈൻഡാ? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് 2 ദിവസം കഴിഞ്ഞാൽ ഇവര് ട്രിപ്പ് പോവാണ്. പിന്നെ ഇവരൊക്കെ പോയി വരട്ടെ അല്ലേ? എന്താ എന്നാ ഓടെ ആക്കണ്ട അറിയ അയ്യ ഇതൊന്നോ ചിലപ്പോ കാറിന്ന് തന്നോക്കാരട്ടോ. ഇതാരോ പെങ്കിനോ. നിന്റെ കുട്ടി കാറ് കേറിയ ഫുള്ള് ഉറക്കാണ്. നിന്റെ കുട്ടി കാറ് കേറിയാല് ഫുള്ള് ഉറക്കാണ്. ചെവിയിലേക്ക് കാറ്റടിച്ചൂലേ?